ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ടൈം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡയറി എൻട്രി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഒരു ഡയറി എൻട്രി തയ്യാറാക്കുമ്പോൾ അതിൽ പ്രധാനമായും ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ? ആദ്യം ഡയറി എൻട്രി എന്താണെന്ന് നോക്കാം. ഡയറി എൻട്രി ഈസ് എ റെക്കോർഡ് ഓഫ് പേഴ്സണൽ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിപരമായ ചിന്തകളും വികാരങ്ങളുമൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനാണ്. വി യൂഷ്വലി റൈറ്റ് ഷോർട്ട് സിമ്പിൾ സെൻറ്റൻസ് ഇൻക്ലൂഡിങ് ഫ്രാഗ്മെൻറ്റ്സ്. അതിൽ സാധാരണ വളരെ സിമ്പിളായിട്ടുള്ള ഷോർട്ടായ സിമ്പിൾ സെൻറ്റൻസുകളും ഷോർട്ടും ഒക്കെ ആക്കിയിട്ടാണ് നമ്മൾ ഡയറികൾ തയ്യാറാക്കുന്നത്. ഇനി ആ ഡയറിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? ഇപ്പോൾ ഇവിടെ ഒരു ഡയറി കൊടുത്തിട്ടുണ്ട്. ജനുവരി 6. Today I was very sad. My best friend Jyoti did not speak to me. Felt she was rude. Wanted to talk to her when we meet at the library. അങ്ങനെ തുടങ്ങിയിട്ടൊരു ഡയറി. അപ്പോൾ നമുക്ക് പ്രധാനമായും ഒരു ഡയറി തയ്യാറാക്കുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് നോക്കാം. ഡയറി മേ ഇൻക്ലൂഡ്, നമുക്ക് ഡേറ്റ് ഉൾപ്പെടുത്താം. ഡയറിയിൽ ഡേറ്റ് പ്രധാനമാണ്. അപ്പോൾ അതിനൊരു ഉദാഹരണം 7th June 2015 അല്ലെങ്കിൽ 7 June ഓർ മൺഡേ 7 June ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അത് ഇൻക്ലൂഡ് ദ ടൈം ഇഫ് യു വിഷ് ഇൻ എ പേഴ്സണൽ ഡയറി ഒക്കെ നമ്മൾ ഡേറ്റ് ഉൾപ്പെടുത്തും. അതുപോലെ ഒരു ഓപ്പണിങ്, ചില ആളുകൾ ഡേറ്റ് കഴിഞ്ഞിട്ട് ഡയറിക്ക് ഹെഡിങ് കൊടുക്കുന്നവരുണ്ടാകും. ഹെഡിങ് സാധാരണ ഡയറിയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി കൊടുത്തു എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല. ഹെഡിങ് ഒക്കെ ഓപ്ഷണലാണ്. ചില സമയത്ത് ഹെഡിങ് കൊടുത്ത് എഴുതുന്ന സന്ദർഭം ഉണ്ടാകും. അതുപോലെ ഒരു ഓപ്പണിങ്, അതുപോലെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ വേണം. ഇറ്റ് കുഡ് ബി എ ജനറൽ കമൻറ്റ് ഓൺ ഹൗ ദ ഡയറി വാസ്. അതൊരു പൊതുവായിട്ടുള്ളൊരു കമൻ്റാണ്. അന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്ന്. ടുഡേ വാസ് എ മെമ്മറബിൾ ഡേ. അതുപോലെ ടുഡേ വാസ് ബോറിങ് സാഡ് ഡേ. ഇങ്ങനെയൊക്കെ കൊടുക്കാം. മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മിക്കുന്ന ദിവസമാണ്, മറക്കാൻ പറ്റാത്ത ദിവസമാണ്, അല്ലെങ്കിൽ ഇന്ന് വളരെ ബോറായിട്ടുള്ള ദിവസമാണ്, ഇന്ന് ദുഃഖത്തിൻ്റെ ദിനമാണ്. ഇങ്ങനെ ഒരു ഓപ്പണിങ്, അതായത് ആ തുടക്കം വായിക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാകും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അതാണ് ഇൻട്രൊഡക്ഷനിൽ കൊടുക്കേണ്ടത്. ഇനി ഡയറിയിൽ അതിൻ്റെ ലാംഗ്വേജ്, ഡയറിയുടെ ലാംഗ്വേജ് സാധാരണ ഇൻഫോർമലാണ്, പേഴ്സണലാണ്. പേഴ്സണൽ ഡയറി ആകുമ്പോൾ പേഴ്സണലാണ് ഡയറി സാധാരണ ഭാഷ ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ ഡേറ്റ് കൊടുത്തു, ഓപ്പണിംഗ്, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി അതിൻ്റെ ബോഡിയാണ്. ഇറ്റ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ദ ഡയറി എൻട്രി. ഒരു ഡയറി എൻട്രിയുടെ പ്രധാന ഘടകമാണ്, പാർട്ടാണ് ബോഡി. യു കുഡ് ഡിസ്ക്രൈബ് വാട്ട് ഹാപ്പൻ ടു യു. അപ്പം അതിൻ്റെ ബോഡിയിൽ എന്താ കൊടുക്കേണ്ടത്? നമുക്ക് എന്താ സംഭവിച്ചത് എന്ന്, നമ്മുടെ പേഴ്സണൽ ഫീലിങ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു, അല്ലെങ്കിൽ മറ്റൊരാളുടേതോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടേതോ ഒക്കെ ആയിട്ട് സംഭവിച്ച കാര്യങ്ങളാണ് ഈ ബോഡിയിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ഡയറി എൻട്രി തയ്യാറാക്കാം. ഡേറ്റ് വേണം, ഓപ്പണിംഗ് കൊടുക്കാം, ഇൻട്രൊഡക്ഷൻ വേണം, അതുപോലെ ബോഡിയും വേണം. പിന്നെ ഡയറിയിൽ സിഗ്നേച്ചറിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഡയറി തയ്യാറാക്കാം. ഒരു ഡയറിയുടെ ഉദാഹരണം മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരാളുടെ ഒരു ഡയറി എൻട്രി ഒന്ന് നോക്കാം. സ്റ്റഡി ദ ഫോളോവിങ് ഡയറി എൻട്രി കെയർഫുള്ളി, ഐഡൻറ്റിഫൈ ഇറ്റ്സ് ഫീച്ചേഴ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. ഇത് സാമുൽ പേപ്പിസ് ഡയറിയാണ്. അദ്ദേഹത്തിൻ്റെ ഡയറി നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ അതിൽ ഡേറ്റ് ഉണ്ടോ, അതുപോലെ അതിന് ഓപ്പണിംഗ് ഉണ്ടോ, ഫീലിങ്ങുകളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ
ക്ലോസിങ്. ഇത് നിങ്ങൾ എഴുതി നോക്കുകയാണെങ്കിൽ ഡയറി വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.